ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 8ലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. റോണ്ട ബോണ്ടിൻ്റെ ദ സീക്രട്ട് എന്ന ബുക്കിൻ്റെ പ്രാക്ടിക്കൽ ഗൈഡായ ദ മാജിക്കിൻ്റെ 28 ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിലൂടെയുള്ള പ്രാക്ടീസുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായ പ്രാക്ടീസുകൾ ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 7 ഡേയ്സ് ആയിരിക്കുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തുകയും കമൻറ്റിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ പ്രാക്ടീസ്, അതായത് ഡേ 7 പ്രാക്ടീസ് ചെയ്ത് നെഗറ്റീവ് റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. പലപ്പോഴും നമ്മൾ പറയും, ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് മാനിഫെസ്റ്റ് ആകുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ബെറ്റർ സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ഈ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 8ലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ മാജിക് ഇൻഗ്രീഡിയൻറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പുതിയ മെത്തേഡാണ് ഇന്നത്തെ പ്രാക്ടീസിൽ റോണ്ട ബോൺ പഠിപ്പിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഗ്രേറ്റ്ഫുൾ ആകാൻ കഴിയുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിൽ പറയുന്നത്. നമ്മൾ കുറച്ചു പേരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ധൃതിയിൽ വാരി വലിച്ച് കഴിച്ച് ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ഒക്കെ പോകുകയാണ് ചെയ്യാറുള്ളത്. എല്ലാവരും കൂടിയിരുന്നാണ് കഴിക്കുന്നതെങ്കിലോ പലരുടെയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഫോണിൽ റീൽസൊക്കെ നോക്കിയിരുന്നാകും ഫുഡ് കഴിക്കുക. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. ഓരോ റിലീജിയനിലുള്ള ആൾക്കാരും ഓരോ രീതിയിൽ ദൈവത്തോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. ചിലർ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിക്കാറുണ്ട്, ചിലർ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാറുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ തട്ടാറുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. സോമാലിയിലെ പട്ടിണി കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ടല്ലേ. അവർക്ക് വിശപ്പ് തീരെ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. അവിടെയൊക്കെ ആഴ്ചയിൽ കൊടുക്കുന്ന ഒരു പാക്കറ്റ് ബ്രെഡാണ് ഒരു ഫാമിലിക്കുള്ളത്. ഒരു ഫാമിലിയിൽ തന്നെ 7-8 കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തവണ ഒരു കുട്ടിക്ക് കിട്ടിയാൽ അടുത്ത തവണ കിട്ടണമെന്നില്ല. ആ കുട്ടിയുടെ ടേൺ വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. അത്രയും ദാരിദ്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. നമുക്കിതൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എത്ര ഭാഗ്യത്തിലാണ്, നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്നൊന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ആഹാരം എത്തിച്ചു തരുന്ന നമ്മുടെ ദൈവത്തിന്, പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറയുക. ആഹാരം നമ്മൾ കഴിക്കാൻ എടുത്ത് വെക്കുമ്പോൾ തന്നെ അത് നമുക്ക് എത്തിച്ചു തന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. നമുക്കറിയാം, ജലം എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലി ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കിട്ടുന്നത് എന്തൊരു ആശ്വാസമാണ്. നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തിയും ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പും ശേഷവും നന്ദി പറയുക. നമുക്കറിയാം, നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം കുടിക്കുന്നതിന് മുന്നേ വെള്ളം കയ്യിലെടുത്ത് വെച്ചിട്ട് പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞ് വെള്ളം കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തിനെയൊക്കെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്? ഫുഡ് കഴിച്ചുകൊണ്ട് ആർക്കൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്? അതായത് കുക്ക് ചെയ്ത് കഴിക്കാൻ പാകത്തിനുള്ള ഫുഡാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറേ പ്രൊസീജിയറിലൂടെയാണ് കുക്ക് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയത്. അതായത് ഒരു പാടത്ത് വിത്ത് വിതച്ചു, അതിനെ പരിപാലിച്ചു, കൊയ്തു, അവിടെ നിന്നെടുത്ത് അത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് അതിനെ ഹോൾസെയിൽ മാർക്കറ്റിൽ എത്തിച്ചു, റീറ്റെയിൽ ചെയ്തു, സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും എത്തിക്കുന്നു. നമ്മൾ പോയത് വാങ്ങിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ പാകത്തിനാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പിന്നിൽ എത്ര ആൾക്കാരാണ് ശരിക്കും പണിയെടുത്തിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് ഡീപ്പായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ചിക്കൻ വേണം. ഏതോ ഒരു ഫാമിൽ ആരോ വളർത്തി പരിപാലിച്ച ഒരു കോഴിയെ നമ്മൾ വാങ്ങിക്കുന്നു. അതിന് വേണ്ടുന്ന ചേരുവകളായ ഓയിൽ, അതിപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സവാള വേണം. അത് എത്ര നാൾക്ക് മുന്നേ ആരോ പരിചരിച്ചുണ്ടാക്കിയതാണ്. അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ആരുടെയോ കൃഷിസ്ഥലങ്ങളിൽ അവർ പരിപാലിച്ച് വളർത്തിയതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലയിൽ തന്നെ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്. ഇതൊക്കെ പലയിടങ്ങളിൽ നിന്ന് വന്നു ചേരുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കറിക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈസിയായി ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയിൽ തന്നെ എത്ര ആൾക്കാരോടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനിയിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നതെങ്കിലോ അവിയലാണ് ഉണ്ടാക്കുന്നതെങ്കിലോ എന്തോരം ആൾക്കാർക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതുണ്ട്. ഒരു അവിയലിനകത്ത് തന്നെ എത്ര ആൾക്കാരുടെ കയ്യൊപ്പാണുള്ളത്, എത്ര പേരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇവർ ആരെയും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്ക് കഴിക്കാനാണെന്ന് അവർക്കും അറിയില്ല. അവരുടെ സമയവും ആരോഗ്യവും കഴിവും എഫേർട്ടും അതുപോലെ വെയിലും മഴയും ഒക്കെ മറന്ന് അവർ ഓരോരുത്തരും അത്രയും കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷ്യപദാർത്ഥങ്ങളും. അപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ലൈഫ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഞാൻ മാത്രം മതി, മറ്റാരെയും സഹായം വേണ്ട എന്ന്. ചിന്തിക്കുമ്പോൾ ശരിക്കും ആരെയും സഹായമില്ലാതെ അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. ബി ഗ്രേറ്റ്ഫുൾ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാകണം. ഫുഡ് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, ഇതിൽ എന്തൊക്കെയാണുള്ളത്, ഇതൊക്കെ ആരുടെയൊക്കെ കൈകളിലൂടെയാണ് കയറി ഇറങ്ങി വന്നിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമ്മളെ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആക്കും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ പാലാണെങ്കിലോ, കുറേ പശുക്കളെ ഫാമിൽ വളർത്തി അവരെ പരിപാലിച്ചു, ഫുഡ് കൊടുത്തു, ക്ലീനാക്കി, പാലെല്ലാം കളക്ട് ചെയ്തു, പിന്നെയും ഫിൽറ്റർ ചെയ്തു, സ്റ്റെറിലൈസ് ചെയ്തു, പാക്ക് ചെയ്തു, ട്രാൻസ്പോർട്ട് ചെയ്തു, നമ്മുടെ അടുത്തുള്ള കടകളിൽ എത്തിക്കുന്നു, അവിടെ നിന്നും നമ്മൾ വാങ്ങിക്കുന്നു. ഈവൻ നാളെ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിന് വരെയും അതിൻ്റെ പിന്നിൽ പോലും ആരൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 6 മാസം കഴിഞ്ഞ് കഴിക്കാൻ പോകുന്ന ഫുഡിന് വരെയും ഏതൊക്കെയോ ഫാമിൽ ഫാർമേഴ്സ് ഇപ്പോഴേ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 6 മാസം കഴിഞ്ഞ് വെക്കാൻ പോകുന്ന ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് പോലും ചിക്കനോ മട്ടനോ ബീഫോ ഇതൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇപ്പോഴേ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും വലുതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ റോണ്ടാ ബോൺ ഈ ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമോ അത്രത്തോളം ഈ ലോകത്ത് നിന്ന് തന്നെ പോവർട്ടി, അതായത് ദാരിദ്ര്യം ഇല്ലാതാകുമെന്നാണ് ഓഥർ പറയുന്നത്. എത്ര രാജ്യത്ത് പിഞ്ചു മക്കൾ വരെയും മറ്റേതോ രാജ്യത്ത് നിന്ന് വരുന്ന ഫുഡ് പാക്കറ്റ് കാത്തിരിക്കുന്നുണ്ട്. എത്രയോ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാ ഫുഡും കഴിച്ച് ശീലിക്കണം. എല്ലാറ്റിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഈ നിമിഷം കഴിക്കുന്ന ഫുഡിന് നന്ദി പറഞ്ഞെങ്കിൽ മാത്രമാണ് അടുത്ത നേരത്തെ ആഹാരത്തിൽ കൂടുതൽ അബൻഡൻസ് കിട്ടുന്നത്. ശരിക്കും വിശപ്പും ദാഹവും അടക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഹൗ വിൽ ബി അവർ ലൈഫ്? എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം? നമ്മൾ ഓരോ നിമിഷവും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ ഈ ലോകത്തിൽ ഒന്നിനും നമുക്ക് കംപ്ലൈൻറ്റ് പറയാനുണ്ടാകില്ല. ശരിക്കും ഇങ്ങനെ ജീവിതത്തിലെ ഓരോ മേഖലയിലും നന്ദി പറഞ്ഞ് നമ്മുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫുഡിനോടും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനോടും ഗ്രേറ്റ്ഫുൾ ആകണം. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി കഴിക്കണം. എല്ലായിടത്ത് ചവച്ചരച്ച് ആസ്വദിച്ച് മൈൻഡ്ഫുൾനെസ്സോടുകൂടി കഴിക്കുമ്പോഴാണ് ഫുഡിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാനാകുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായും വെള്ളം കുടിക്കുന്നതിന് മുന്നേയും കണ്ണടച്ച് നമ്മൾ എന്താണ് കുടിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് എന്ന് ആലോചിച്ച് നമ്മുടെ ചെവി കേൾക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം. ഫുഡ് ടേബിളിൽ എത്തുമ്പോൾ എൻ്റെ ഈ ഫുഡ് ഈ ലോകത്തിൽ ഒരുപാട് പേർ ആഗ്രഹിച്ചതാണ്, അങ്ങനെയുള്ളപ്പോഴും എനിക്ക് ഈ ഫുഡ് കിട്ടിയതിന് താങ്ക് യു എന്ന് പറഞ്ഞ് ഗ്രേറ്റ്ഫുൾ ആകണം. എൻ്റെ മുന്നിൽ ഈ ഫുഡ് എത്താൻ കാരണക്കാരായ, ഇതിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടിയാണെന്ന് പോലും അറിയാതെ പണിയെടുത്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു. അവരെ എല്ലാം ബ്ലെസ് ചെയ്ത് നന്ദി പറയുക. ഒപ്പം ഫുഡ് കുക്ക് ചെയ്തവർക്കും നന്ദി പറയുക. ഇതിൽ റോണ്ടാ ബോൺ ഫുഡ് കഴിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ഏതെങ്കിലും ഭക്ഷണം കഴിക്കാനായി എടുത്ത് വെക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് ആണ് എടുത്ത് വെക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് റോണ്ടാ ബോൺ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. നമ്മൾ സാൾട്ട് ഷേക്കറും പെപ്പർ ഷേക്കറും ഒക്കെ വെക്കാറില്ലേ, അതുപോലത്തെ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ മാജിക് ഡസ്റ്റ്, അതിൻ്റെ ഒരു ഷേക്കർ അവരുടെ കയ്യിലുണ്ടെന്ന് സങ്കല്പിക്കും. അവരുടെ കൺമുന്നിലിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ഈ ഷേക്കറിൽ നിന്നും ഈ ഗോൾഡൻ ഗ്ലിറ്റർ മാജിക് ഡസ്റ്റ് ഇങ്ങനെ ആഹാരത്തിലേക്ക് കുടഞ്ഞിടുന്നതായിട്ട്, സ്പ്രിങ്കിൾ ചെയ്യുന്നതായിട്ട് അവരിങ്ങനെ ഇമാജിൻ ചെയ്യും. ഗോൾഡൻ സ്പ്രിങ്കിൾസ് വീഴുമ്പോൾ ആ ഫുഡ് വളരെ ശുദ്ധമായി, ഹെൽത്തിയായി, നല്ല പവിത്രമായിട്ട്, ഡിവൈനായി മാറുന്നതായിട്ട് അവർ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. ഏതൊരു ഭക്ഷണം കഴിക്കും മുമ്പ് അവർ ഇങ്ങനെ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവർ കഴിക്കുന്ന ഫുഡ് വളരെ പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡായി മാറിക്കഴിഞ്ഞു എന്ന് അവർ മനസ്സിൽ സങ്കല്പിക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ആഹാര സാധനം വായിൽ വെക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുൻപും ആഹാര സാധനത്തിന് നന്ദി പറയുക. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്യാൻ പഠിച്ചു. റിലേഷൻഷിപ്പിന് വേണ്ടി പഠിച്ചു, മണിക്ക് വേണ്ടിയുള്ളത് പഠിച്ചു, ഹെൽത്തിന് വേണ്ടിയുള്ളത് പഠിച്ചു, ജോലിക്ക് പോകുമ്പോൾ ഒരു ഇമാജിനറി മാനേജറെ കൊണ്ടുപോകണമെന്ന് പഠിച്ചു, നെഗറ്റിവിറ്റി റിമൂവൽ പഠിച്ചു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇത് കോൺഷ്യസ്ലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിനെ അന്നത്തോടെ നമ്മൾ വിട്ടുകളയും. ഓരോ പ്രാക്ടീസും മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. എല്ലാ പ്രാക്ടീസുകളും നിങ്ങൾ ചെയ്യണം. മണിയും ഹെൽത്തും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ഓരോ പ്രാക്ടീസുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൻ്റെ പവർഫുൾ മാനിഫെസ്റ്റേഴ്സ് ആകണം. നമ്മുടെ ഫ്രീക്വൻസി റേസ് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയുമായി അലൈൻ ആകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നമുക്ക് നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്നെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഇനി എപ്പോഴെങ്കിലും എന്നെ കേൾക്കാനിരിക്കുന്നവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് ഐ ലവ് യു ഓൾ.